നിക്കട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ അതെ അത് വെച്ചോ. പിന്നെ വിവരങ്ങൾ ഇന്ന് തന്നെ അറിഞ്ഞ് എന്നെ വിളിക്കണം. വിളിക്കാം. ഞാൻ വൈകിട്ട് അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വിളിക്കാം. നിങ്ങൾ വിട്ടോ. ശരി എന്നാ ഓക്കെ വിട്ടോ. പോകട്ടെ പെണ്ണിന്റെ വീട്ടിൽ കേട്ടോ. അതെ അറ്റാക്ക് മാത്രമല്ല ലിവറും പോയില്ല ഞാൻ പറഞ്ഞു. ഓക്കെ പറയാം. ഓക്കെ. എന്താ അതെ പെണ്ണിന് ഇഷ്ടപ്പെട്ട് പെണ്ണിനും പെണ്ണിന്റെ വീട്ടുകാർക്കും ചെറുക്കനെ നന്നേ ബോധിച്ച് ഏറ്റവും നല്ല മുഹൂർത്തം നോക്കി കല്യാണം ഉറപ്പിക്കാമെന്നാണ് അവരുടെ തീരുമാനം. അതല്ലോ അപ്പൊ ഞാനും കൂടിക്കട്ടെ. ശരി നോക്കെ പറഞ്ഞതുപോലെ. കനക വണ്ടി വിടറാ. ആർത്തി മൂത്ത ഭ്രാന്തായതാ. പറയൽ തുടങ്ങിയതാണ് അത് മുടക്കാൻ എന്തെങ്കിലും ഒരു മാർഗം എന്താന്ന്. നീ പോസ്റ്റിൻ്റെ മുകളിൽ കയറുമ്പോഴും മാങ്ങ പറിക്കാൻ പോകുമ്പോഴൊക്കെ ഐഡിയ വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. എന്ത് മുടക്കണ കാര്യമാണ്? എടാ പിശാശ അമ്മാവൻ്റെ കല്യാണം കലക്കണ കാര്യം അതിനി നടക്കുമെന്ന് തോന്നല്ലേ. ഇപ്പം തീരുമാനമായില്ലേ. ഇനി നമുക്ക് വേണേൽ കഴിഞ്ഞിട്ട് കലക്കാം. കഴിഞ്ഞിട്ട് എങ്ങനെ നീ കലക്കും? കല്യാണം കഴിഞ്ഞിട്ട് കലക്കാനൊക്കെ വിദ്യയുണ്ട്. ആ ക്ലീറ്റസിനെയും തങ്കത്തിനും കൂടി ഒരാഴ്ച അമ്മാവൻ്റെ വീട്ടിൽ നിർത്താൻ വിട്ടാൽ മതി. ആ പെണ്ണിനെ വെറുപ്പിച്ച് ഓടിച്ചോളും. അമ്മാവനേതാ മുതൽ നിനക്കറിയോ? അമ്മാവനെന്താ ഏരിയയിലേക്ക് അടുപ്പിക്കില്ല അവന്മാരെ. അല്ല ഐഡിയ ഉണ്ട്, ഇത്തിരി കടുത്തതാണ്. എന്താണ്? നമുക്ക് ആ പെണ്ണിനോടേ അമ്മാവന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പറയാം. അമ്മാവനോട് പെണ്ണിനെ കുറിച്ചും പറയാം. അപ്പം രണ്ടും കൂടി തല്ലി പിരിഞ്ഞ് ഡൈവോഴ്സ് ആയിക്കോളും. ഈ ജാതി വൃത്തികെട്ട ഐഡിയ അല്ലാണ്ട് വേറെ ഒന്നും നിന്റെ കയ്യിലില്ലല്ലോ. ആ അമ്മാവൻ്റെ കല്യാണം കലക്കൽ വലിയ മര്യാദയാണല്ലോ. 2 ദിവസമായിട്ട് ഉറക്കല്ലോ. അതിന് മറ്റേ ഉറക്കുളി മേടിച്ച് കഴിച്ചാൽ മതി. എന്ത് ഐഡിയാണ് ഇതൊക്കെ. കളിക്കാന്ന് കരുതേട്ടാ പാസിലെ. മതി ചേട്ടാ ആണപ്പിച്ചോ ഈ അവിടെ കെട്ട്. അതെ പൈസ കയ്യിലുണ്ടാകാൻ കൊടുത്തോ ഇല്ലെങ്കിൽ പറ്റില്ല എഴുതി കൊടുത്തു. പൈസ കൊടുക്കണ്ട, ഇയാൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടണേണ്. മുഖം കണ്ടാ തോന്നുന്നില്ല. ഇതിലെ എഞ്ചിൻ വെക്കണം ചേട്ടാ, എഞ്ചിൻ കുത്തലൊക്കെ നിർത്തണം. എന്നാ ശരിട്ടോ. അതേ ഈ അമ്മാവൻ കെട്ടാൻ പോണ പെണ്ണൊരു ഗൾഫുകാരൻ കെട്ടിട്ട് അയാൾ ചത്തുപോയി എന്നല്ലേ പറഞ്ഞത്? 7 ദിവസം കഴിഞ്ഞാൽ മരിച്ചു. നമുക്കൊരു അടിയടിക്കാം. എന്ത് ഈ പെണ്ണിന്റെ നാള് കൊള്ളൂല, കെട്ടണ ഭർത്താവ് ഒരാഴ്ചക്കുള്ളിൽ ചത്തുവെന്നും പറഞ്ഞിട്ട് അമ്മാവനെ പേടിപ്പിച്ചാലാ? എടാ ഇതൊക്കെ അമ്മാവനോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എന്നിട്ട് അപ്പം എന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? എടാ 7 ദിവസമെങ്കിൽ 7 ദിവസം അതെനിക്ക് സുഖമായിട്ട് കഴിയാലോ, അത് കഴിഞ്ഞിട്ട് ചത്ത എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ പറയുന്ന ഒരാളോട് പിന്നെ എന്ത് പറയും? അപ്പം അയാളുടെ അസ്ഥിക്ക് പിടിച്ച മട്ടാണിത്. മുടക്കൽ ബുദ്ധിമുട്ടാവൂട്ടാ. അല്ല കനക, അയാൾ കല്യാണം കഴിച്ചോട്ടെ, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണത്? എനിക്ക് കാര്യം അറിയാം. മറ്റേ 15 സെന്റ് അയാൾക്ക് ആരും പോലും ഇല്ലെങ്കിൽ നിന്റെ പേരിലിരിക്കുമല്ല, വായനശാല മുക്കില്ല. 15 സെന്റ് എന്താ മോശമാണോ? അല്ല, അത് വിലയുള്ള സ്ഥലമാണ്. എടാ ആ 15 സെന്റ് സ്ഥലം എൻ്റെ പേരിലായി കഴിഞ്ഞാൽ പിന്നെ അയാൾ കെട്ടാതിരിക്കും എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് പുല്ലാണ്. അത് ശരിയാണ്, സ്ഥലം വിട്ട് കളയണ്ട. നമുക്ക് എന്തെങ്കിലും മാർഗം നോക്കാം, നീ വാ. എന്തും മാർഗം? നിന്റെ തലയിൽ ഒന്നും ഉദിക്കുന്ന ലക്ഷണം ഉദിക്കുന്നേ. കല്യാണം മുടക്കുന്ന ഒരാൾ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, നമുക്ക് കാണാം. എടാ ഞാനൊന്ന് ഓഫീസിലേക്കില്ല, നീ വിട്ടോ. അതെന്ത് പറ്റിയത്? എന്നെ കൊണ്ട് വയ്ക്കുന്നു. എന്നാ ഞാൻ നാളെ വരണേ. പിന്നെ കരിമ്പ് ആള് നല്ല തുരുമ്പാണല്ല. അവനുണ്ടല്ലോ, അവനെ പിടിച്ച് 2 പൊട്ടിക്കാ വേണ്ട. ഇപ്പോൾ പൊട്ടിക്ക കല്യാണം കഴിയട്ടെ, ഇപ്പൊ വേണ്ട. എന്തായി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ? നടക്കില്ല സാറേ. എന്ത്? ഈ കല്യാണം നടക്കില്ലെന്ന്. അതെങ്ങനെ നടക്കായിക?
പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ട് ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ജാതകവും ചേർന്ന് പൊരുത്തമായി. പിന്നെ എന്തിനാ നടക്കായിക? ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല. പെണ്ണിന് ചെറുക്കൻ ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. അതെ, ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ താടി വെച്ച കണ്ണട വെച്ച പാൻറിട്ട ചെറുക്കൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്. അതാരടാ അത്? സാറ്, അല്ലാതെ പിന്നെ ആരാ? ഞാനോ? ആ അപ്പൊ പെണ്ണിന് ആള് മാറിപ്പോയതാണ്. ആ അപ്പൊ ഈ കല്യാണം നടക്കൂല? നടക്കൂല, ഇത് നടക്കൂല. മറ്റേ 5 സെന്റും ഒക്കെ ഇല്ലേ? ഇതോ സാറേ, ഇല്ല, വേറെ നടക്കുമല്ല. വേറെ നോക്കണം. എടോ, നിങ്ങൾക്കൊക്കെ നാണുണ്ടോ? ഈ വയസ്സായ ആളെയും പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുള്ള പൈസയും പിടിങ്ങിയിട്ട് ഒരുമാതിരി പരിപാടിയായി പോയി കേട്ടോ. എന്റെ പൊന്നു സാറേ, സംഭവിച്ചത് സംഭവിച്ചു. എല്ലാത്തിനും ഒരു പരിഹാരമല്ലേ? സാറേ, ഞാൻ നോക്കിയേ, ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ട് സാറ് തെറ്റിദ്ധരിക്കുകയും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. എന്താണ്? സാറ് കിട്ടിയതാണോ? എന്ത് കെട്ടിയാണെന്ന്? പെണ്ണ് കിട്ടിയതാണോ? ഒന്ന് ഇല്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് നടത്താവുന്നേ. ഓ, പെണ്ണ് കെട്ടിയതാണെങ്കിലോ? സാരമില്ല, നമുക്ക് അടിപൊളിയായിട്ട് ഇതങ്ങ് നടത്താവുന്നു. അനാവശ്യമോ? എന്തനാവശ്യം? ഒരു പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അത് നടത്തി കൊടുക്കുക എന്നുള്ളത് പറഞ്ഞ് എന്റെ ജോലിയാണ്, എന്റെ കടമയാണ്. അല്ലാതെ എന്തുവാ? ഞാൻ ഒരു നീങ്ങ് വാ. ആ ചൂലെടുക്കണ്ടേ? എനിക്ക് വേണ്ട ഇനി ആ ചൂല്. ഞാൻ വേറെ ചൂലുണ്ടാക്കിക്കോളാം. എന്താ ചിരിക്കണേ? അയ്യോ, അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ വേറെ കെട്ടാന്ന് പറഞ്ഞത്. അടി, ആ അപ്പൊ അമ്മാവന്റെ കല്യാണം നടക്കൂല. അത് സന്തോഷമുള്ള കാര്യം. ആ ചൂല് പേടിച്ചിട്ട് ചേട്ടാ, നീ വിഷമിക്കാതിരിക്കണേ. ഇവിടെ ഒരു പെണ്ണ് പോയെങ്കിൽ 9 പെണ്ണ് കാണും. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നിന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിരിക്കും. നീ സമാധാനപ്പെടും. അമ്മാവാ, ഇനിയിപ്പോ കരിമ്പ് കൊണ്ടുവന്ന ആലോചന മുടങ്ങി എന്ന് പറഞ്ഞാൽ അമ്മ വിഷമിക്കണ്ട. നല്ല ഇരുമ്പ് പോലത്തെ ബ്രോക്കർമാർ എന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ കൊണ്ട് അമ്മാവന്റെ സൗന്ദര്യത്തിനും പ്രായത്തിനും ഒത്തരണത്തിന് ഞാൻ കൊണ്ടു കൊടുക്കും. അല്ല, ഞാൻ നാത്തൂന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അമ്മേ, നാളെ രാവിലെ ആ കവലയിലെ കമ്പ്യൂട്ടർ കടയില്ലേ, അവിടെ ഞങ്ങൾ ഒന്ന് പോകും. എന്നിട്ട് നെറ്റിൽ നിന്ന് ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. പിന്നല്ല, കമ്പ്യൂട്ടറില്ലാത്ത പെണ്ണുങ്ങൾ എവിടെ ഇരിക്കുന്നത്? അമ്മാവാ, അതെ, അമ്മാവന് കുട്ടികളും മക്കളും ഒന്നുമില്ല, അത് ഞങ്ങൾക്കറിയാം. അമ്മാവന്റെ മക്കൾ എന്ന് പറയുന്നത് ഞങ്ങളാണ്. അമ്മാവന്റെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മാവൻ വിഷമിക്കണ്ട, നമ്മൾ കല്യാണം നടത്തിയിരിക്കും. വേണ്ട, അമ്മാവന് വിഷമൊന്നുമില്ല. പക്ഷെ അമ്മാവന്റെ ഒരു കല്യാണം കാണാൻ ഇത്രയും കൊതിച്ച് ആഗ്രഹിച്ചത് നിങ്ങളുടെ മുമ്പില് അത് നടന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പ്രായവും സമയമൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തില് കല്യാണം, കുട്ടികളെന്ന് പറഞ്ഞൊന്നും അതിനൊന്നും എനിക്ക് യോഗമില്ലടാ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഈ ജന്മത്തിൽ എനിക്ക് ഇനി കല്യാണം വേണ്ട. അതിന്റെ പേരിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇനി നോക്കൂല. അയ്യോ, ദേ ആ കരിമ്പ് മെസ്സേജ് വിട്ടേക്കണു. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ദേ ഒരു പെണ്ണ്. അയ്യോ, നല്ല സുന്ദരിയാണല്ലോ. അഴകേശന് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കല്യാണം നടക്കും. അതെ അതെ അതെ, ഞാൻ ഒന്നും വേണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ. നോക്കട്ടെ. കനക, നോക്കിയാലോ? Alien versus Alien.